അത് ഉമ്പായിക്ക് മറ്റൊരു ശൈലിയിലേക്ക് കൊണ്ടുപോയി. കേട്ടി പാടിയത് 1987-88 കാലഘട്ടത്തിലാണ്. ഉമ്പായിക്ക ഈ അടുത്ത കാലത്തൊക്കെയാണ് ആ പാട്ട് വേറൊരു ശൈലിയിൽ ഗസലിന്റെ മൂഡിലേക്ക് കൊണ്ടുപോയത്. ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടി. എനിക്കൊരു അത്ഭുതം, അതെന്താ ഈ പാട്ടിനെ കുറിച്ച് ഇവർക്ക് ഇത്ര താല്പര്യം? നിങ്ങൾക്കറിയാം ആ പാട്ട്? ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ, അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ. ആ വരികൾ ഇങ്ങനെ പാടിയപ്പോൾ അപ്പോൾ അവരിങ്ങനെ അതിന്റെ പല്ലവി അനുപല്ലവി ഒക്കെ നമ്മളിങ്ങനെ ചേർത്ത് പാടിയപ്പോൾ അപ്പോഴാണ് പിടികിട്ടിയത്. അവിടെ ഇരിക്കുന്നുണ്ട് അത് എഴുതിയ PA മുഹമ്മദ് സാഹിബിന്റെ 2 മക്കൾ. അതാണ് ആ നാട്ടുകാരുടെ ആ വികാരം. ഞാനത് അറിയാതെ പാടിയതാണ്. പക്ഷേ ഇന്ന് അവരെന്റെ ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തുക്കളാണ്. മാപ്പിളക്കര അക്കാദമിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് PM സിറാജ് കൊച്ചി ഇന്നലെ ഇവിടെ പാടിയ സിറാജിന്റെ പിതാവായിരുന്നു PA മുഹമ്മദ് എന്നത് എനിക്കറിയാതെ പറഞ്ഞതാണ്. അതോടുകൂടി എന്തായെന്ന് വെച്ചാൽ ഞങ്ങൾ അടുത്ത കുടുംബ സുഹൃത്തുക്കളായി മാറി. ഇപ്പൊ അവരുടെ വീട്ടിൽ കൊച്ചിയിൽ പോയാൽ എപ്പോഴൊന്നും പോകും. നമ്മുടെ ഗായകൻ അഫ്സലിന്റെ കസിന് കൂടിയാണ് സിറാജ്. അഫ്സലിന്റെ വീട്ടിലും പോകാറുണ്ട് ഞാൻ, സിറാജിന്റെ വീട്ടിലും പോകും. നമ്മൾ ഇന്ന് കഴിച്ചതുപോലെ ഇടയ്ക്ക് പോയി ഒരു ചായയും പായസവും ഭക്ഷണമൊക്കെ കഴിക്കാൻ. എങ്ങനെയാണ് എനിക്ക് ഈ അവസരം വരുന്നതെന്ന് ചോദിച്ചാൽ സംഗീതത്തിന്റെ വഴിയാണ്. അതൊരു തുറന്നിട്ട ഒരു വഴിയാണെന്നാ പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ കൂടാൻ എന്താ ബന്ധം? സംഗീതം തന്നെ, പാട്ട് തന്നെ, അതിനുള്ള ഇഷ്ടം തന്നെ. അല്ലെങ്കിൽ സലാം സാഹിബ് ഇപ്പോൾ നമ്മളെ വിളിക്കുവോ, ഇങ്ങനെ ഒരു കുടുംബമുണ്ട് ഇതിലേക്കൊക്കെ വരണം എന്ന് പറയാൻ? അതാണ് അതിലാണ്. അപ്പോ ഞാൻ പറയുന്നത് PA മുഹമ്മദ് കയുടെ പാട്ട് കൊണ്ട് ഒരുപാട് സുഹൃത്തുക്കളെ കൊച്ചിയിൽ കിട്ടിയെങ്കിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നു T ഉബൈദ് സാഹിബ് എന്ന മാപ്പിള കവി, അതോടൊപ്പം തന്നെ അധ്യാപകൻ, ചിന്തകൻ, എഴുത്തുകാരൻ. അദ്ദേഹം എഴുതി പാടിയ മനോഹരമായ പാട്ടാണ് അബൂട്ടി മാഷ് സംഗീതം ചെയ്തുകൊണ്ട് കേരളക്കരയിൽ സുജാത ഏറ്റവും ശ്രദ്ധേയമായി മുന്നിൽ വന്ന ഒരു പാട്ടിന്റെ വരിയുണ്ട്. ജയിച്ചിടും ഇത് മാമക ജനനി, ജയിച്ചിടും ഇത് കേരള സരണി, ജഗത്തിലൊക്കവെ പെരുത്തു തൂവൊളി പരത്തിടും സുമനി, ഉലകിലെ ജനനതി അനുദിന മനവധി വിനുദികൾ ഒഴിച്ചിടും രമണി. ഈ വരികളെ കുറിച്ച് നമ്മൾ കാസർഗോഡ് പോയി പറഞ്ഞപ്പോ അവർക്ക് ഒരു വലിയ ആവേശത്തിൽ. എന്താ കാര്യം എന്ന് വെച്ചാൽ അവരുടെ നാട്ടുകാരനായ കേരളക്കരയിൽ ഒരു കലാരംഗത്തെ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കാൻ പ്രവർത്തിച്ച പ്രതിഭാധനനായ ഒരാൾ. 1947 മെയ് മാസം 17-18 തീയതികളിൽ കോഴിക്കോട് സാമൂതിരി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സാഹിത്യ സെമിനാറിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ 20 മിനിറ്റ് സമയം കിട്ടിയ T ഉബൈദ് സാഹിബ് അവതരിപ്പിച്ച പ്രബന്ധം 3 ആഴ്ചകളോളം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അതിന്റെ തലങ്ങളെ കുറിച്ച് മനോഹരമായി എഴുതാൻ സാധിക്കണമെങ്കിൽ അതിലെ സാഹിത്യം എത്രമാത്രം. G ശങ്കരക്കുറുപ്പാണ് ആ ചടങ്ങിന്റെ അധ്യക്ഷൻ. ആ പ്രബന്ധം അവതരിപ്പിച്ച് പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോ അധ്യക്ഷൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് G ശങ്കരക്കുറുപ്പും എഴുന്നേറ്റ് കൈയടിച്ചുകൊണ്ട് പറഞ്ഞത്, മലയാള സാഹിത്യത്തിന്റെ ശാഖയിൽ നിന്ന് മാപ്പിള സാഹിത്യത്തെ മാറ്റി നിർത്താൻ സാധ്യമല്ല ഇനി ഒരിക്കലും എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത് പ്രിയപ്പെട്ട ഉബൈദ് സാഹിബിന്റെ പരിചയപ്പെടുത്തലാണ്. അതിലെല്ലാറ്റിനെ കുറിച്ചും പറഞ്ഞു. അദ്ദേഹം പാട്ടിനെ കുറിച്ച് പറഞ്ഞു, കോൽക്കളിയെ കുറിച്ച് പറഞ്ഞു, ഒപ്പനയെ കുറിച്ച് പറഞ്ഞു, അറബനമുട്ടിനെ കുറിച്ച് പറഞ്ഞു, വട്ടപ്പാട്ടിനെ കുറിച്ച് പറഞ്ഞു. എല്ലാറ്റിനെയും എല്ലാ തലങ്ങളെയും പറഞ്ഞുകൊണ്ടാണ് ആ കലയെ അദ്ദേഹം പരിചയപ്പെടുത്തിയത്. എന്നാൽ സപ്തഭാഷയുടെ സംഗമഭൂമിയായ ഒരു പ്രദേശത്തിൽ നിന്ന് തുളുവും കന്നഡവും മലയാളവും ഉറുദുവും ഹിന്ദിയും എല്ലാം ഉള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് ഈ ഭാഷകളെയൊക്കെ അനായാസേന കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഉബൈദ് സാഹിബിന്റെ പ്രഭാഷണം കേട്ടപ്പോ അവിടെയുള്ള ആളുകൾക്ക് തോന്നി ഇതും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതിനുശേഷമാണ് നീലക്കുയിലും ഉമ്മാച്ചുയിലും കുട്ടിക്കുപ്പായത്തിലും ഖദീജയിലും തേൻതുള്ളിയിലുമൊക്കെ രാഘവൻ മാഷും ഭാസ്കരൻ മാഷും വയലാറും ഒക്കെ ഈ ശാഖയെ കൂടി ഉൾപ്പെടുത്തിയത്. ഇന്ന് നമ്മൾ
പട്ടുറുമാലിലും കുട്ടിക്കുപ്പായത്തിലും 14-ാം രാവിലും മൈലാഞ്ചിയിലും ഒക്കെ ഈ ശാഖയിൽ മനോഹരമായി പാടാൻ നമ്മുടെ കുട്ടികൾ കടന്നെത്തുമ്പോൾ അതിൻ്റെ മനോഹരമായ വരികളെക്കുറിച്ച്, അതിൻ്റെ സംഗീതത്തെക്കുറിച്ച്, ആശയത്തെക്കുറിച്ച് പറയാൻ പ്രഗത്ഭരായ ജൂറി അംഗങ്ങൾക്ക് കഴിയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ശാഖയെ വളർത്താൻ ഭാസ്കരൻ മാഷ് ചെയ്ത സേവനം, പ്രിയപ്പെട്ട രാഘവ മാഷ് ചെയ്ത സേവനം ഒന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. ഈ സംഗമത്തിന് ആശംസകൾ മാത്രം ഞാൻ നേരുകയാണ്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ PH അബ്ദുള്ള മാഷ് എഴുതിയ 4 വരി നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് എൻ്റെ ആശംസ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണ് മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വലിച്ചോരയോർക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ. മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരല്ലേ. ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരല്ലേ. എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. നിസ്കാരത്തഴമ്പിന്റെ നന്മയേറും നാട്ടില്, നൈർമല്യമേന്തന പോട്ടിന്റെ കൂട്ടില്. നിസ്കാരത്തഴമ്പിന്റെ നന്മയേറും നാട്ടില്, നൈർമല്യമേറും ചന്ദന പോട്ടിന്റെ കൂട്ടില്. നല്ലോണമൊത്ത് ജീവിതം നയിച്ചിരുന്നവർ, നന്മകൾ പങ്കുവെച്ച് ഒരുമ കൈവരിച്ചവർ. എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. അലാമ ഇക്ബാൽ പാടി തന്നൊരീരടി, അല്ലാമ ഇക്ബാൽ പാടി തന്നൊരീരടി എന്ന് പറയുന്നത് ഇക്ബാലിനെ കുറിച്ചും ഗാന്ധിജിയെ കുറിച്ചും വളരെ വ്യക്തമാഞ്ഞുകൊണ്ട് അവർ നൽകിയ സന്ദേശം സൗഹൃദത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെ മന്ത്രങ്ങളാണ് എന്ന് നമ്മൾ കേൾപ്പിക്കുകയായിരുന്നു PH അബ്ദുള്ള മാഷ്. ആ വരികള്, പ്രിയപ്പെട്ട PT അബ്ദുറഹ്മാൻ എഴുതിയ മനോഹരമായ വരികള്, VM കുട്ടി മാഷ് എഴുതിയ മനോഹരമായ വരികള്, ഇവരുടെയൊക്കെ വരികള് കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏറ്റുപാടാൻ കാരണം അതിലൊക്കെ മൂല്യമുണ്ടായിരുന്നു എന്നതാണ്, അതിലൊക്കെ സൗഹൃദമുണ്ടായിരുന്നു എന്നതാണ്. അത് മനോഹരമായി ചിട്ടപ്പെടുത്തിയ രാഘവ മാഷും അതുപോലുള്ളവരും പീർക്കയും എരഞ്ഞോളിയും മൂസക്കയും ഏവിയും ഒക്കെ പാടിയത് നമ്മൾ ഏറ്റുപാടുന്നത്, ആ പാട്ടുകൾക്ക് ഇന്നും അതിൻ്റെ ഒരു സ്നേഹത്തോടു കൂടി നമ്മളുടെ നാവിൻ തുമ്പിൽ തത്തിക്കളിക്കാൻ കാരണം അതിൻ്റെ വരികളുടെ ആശയങ്ങളായിരുന്നു. അവരൊക്കെ മറഞ്ഞുപോയെങ്കിലും പുതിയ കാലത്തെ, പുതിയ തലമുറയിലെ എത്രയോ സംഗീത രംഗത്തുള്ള പ്രഗത്ഭർ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ സ്വീകരിച്ചുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് കലാകുടുംബങ്ങൾക്കും സൗഹൃദ കുടുംബങ്ങൾക്കും ഒരുമിച്ച് പോകാം. നമ്മളിന്ന് ഒരുമയോടുകൂടി ഇരിക്കുന്നു, സന്തോഷം പങ്കുചേരുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, പാട്ടുകൾ ആസ്വദിക്കുന്നു. ഈ വഴിയാണ് ജീവിതം. ഇങ്ങനെ പോകാം നമുക്ക്. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എന്നെ അല്പം സഹിച്ചതിന്, അതിലേറെ കേട്ടതിന് നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. താങ്ക് യു സർ. സംഗീതമാകുന്ന അനന്ത സാധ്യതയെക്കുറിച്ച് വളരെ സരസമായും വ്യക്തമായും ഞങ്ങൾക്ക് ഒരുപാട്